ഒക്ടോബർ 12 വിശുദ്ധ വിൽഫ്രഡ്. റോമൻ ആരാധനാക്രമവും പാരമ്പര്യങ്ങളും സഭയുടെ അടിസ്ഥാന വിശ്വാസവും ഇംഗ്ലണ്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഉറച്ച ബോധ്യത്തോടെ അധ്വാനിച്ച ഒരു ആംഗ്ലോ സാക്സൺ ബിഷപ്പാണ് വിശുദ്ധ വിൽഫ്രഡ്. ഇംഗ്ലണ്ടിലെ നോർത്തംബ്രിയയിൽ അവിടുത്തെ ഒരു പ്രഭുവിൻ്റെ മകനായി ക്രിസ്തുവർഷം 634 വിൽഫ്രഡ് ജനിച്ചു. ബാല്യത്തിൽ തന്നെ അമ്മ മരിച്ചു. രണ്ടാനമ്മയോട് ചേർന്നു പോകാൻ ബുദ്ധിമുട്ടായപ്പോൾ 14-ാമത്തെ വയസ്സിൽ വിൽഫ്രഡ് വീട് വിട്ടുപോയി. ഓസിയോ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ വിൽഫ്രഡ് ഈൻഫ്രിഡ രാജ്ഞിയുടെ സംരക്ഷണയിലായി. രാജ്ഞി വിൽഫ്രഡിനെ ലിൻഡിസ്ഫർണ ആശ്രമത്തിലെ ഒരു സന്യാസിയുടെ കീഴിൽ പഠനത്തിനായി അയച്ചു. 3 വർഷത്തോളം അവിടെ പഠിച്ച അദ്ദേഹം മുഴുവൻ സങ്കീർത്തനവും മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളും മനഃപ്പാഠമാക്കി. അവിടെ നിന്ന് കെൻറ്റിലെത്തിയ വിൽഫ്രഡ് അവിടുത്തെ ഭാവി രാജാവായ ഫ്ലോദറിനൊപ്പം താമസിച്ചു. ഈൻഫ്രിഡ് രാജ്ഞിയുടെ ബന്ധുവും പ്രശസ്ത മിഷണറിയുമായ ബെനഡിക്റ്റ് ബിസ്കേപ്പിനൊപ്പം വിൽഫ്രഡ് അവിടെ നിന്ന് റോമിലേക്ക് പോയി. യാത്രയ്ക്കിടയിൽ ലിയോണിലെത്തിയ വിൽഫ്രഡ് അവിടുത്തെ ബിഷപ്പായ അനിമുണ്ടയ്ക്കൊപ്പം കുറേ നാൾ താമസിച്ചു. ബിഷപ്പ് തൻ്റെ ബന്ധുവിനെ കൊണ്ട് വിൽഫ്രഡിനെ വിവാഹം കഴിപ്പിക്കാനും ഉന്നത പദവികൾ നൽകാനും ആഗ്രഹിച്ചെങ്കിലും ഒരു വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ വിൽഫ്രഡ് റോമിലേക്ക് പോയി. റോമിലെത്തിയ വിൽഫ്രഡ് സഭാ നിയമത്തിലും ആരാധനാക്രമത്തിലും ഇടയ ശുശ്രൂഷകളിലും വിദ്യാഭ്യാസം നേടി. ഇതിലൂടെ പാശ്ചാത്യ സഭയോടുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുവാനും റോമൻ പാരമ്പര്യങ്ങളോടും പഠനങ്ങളോടും ആഴപ്പെടുവാനും ഇടയായി. വീണ്ടും ലിയോണിലെത്തിയ വിൽഫ്രഡ് ബിഷപ്പ് അനിമുണ്ടയ്ക്കൊപ്പം 3 വർഷം താമസിച്ചുകൊണ്ട് സന്യാസത്തിനായും പൗരോഹിത്യത്തിനായും പരിശീലനം നേടുകയും പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 658 നോർത്തുംബ്രിയയിൽ തിരിച്ചെത്തിയ വിൽഫ്രഡ് ഓസിയോ രാജാവിൻ്റെ മകനായ ആൽഫ്രിത്തിൻ്റെ സ്നേഹിതനായി. റോമൻ ആത്മീയ രീതിയും ആരാധനാക്രമങ്ങളും ഇഷ്ടപ്പെട്ടിരുന്ന ആൽഫ്രിത്ത് അതേക്കുറിച്ച് ആഴമായ അറിവും ബോധ്യവുമുണ്ടായിരുന്ന വിൽഫ്രഡിനെ ഏറെ ബഹുമാനിച്ചു. റിപ്പൺ എന്ന സ്ഥലത്ത് ആൽഫ്രിത്ത് സ്ഥാപിച്ച ഒരു ആശ്രമം അദ്ദേഹം വിൽഫ്രഡിന് നൽകി. റിപ്പൺ ആശ്രമത്തിൽ റോമൻ ആചാരങ്ങൾ നടപ്പിലാക്കിയ അദ്ദേഹം അതിനെ അനുകൂലിക്കാത്തവരെ പുറത്താക്കി. ആശ്രമാധിപനായിരുന്ന വിശുദ്ധ ഈറ്റയും വിശുദ്ധ കുത്തുബെഡുമൊക്കെ ആ കൂട്ടത്തിൽപ്പെടും. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സന്യാസ നിയമങ്ങൾ വിൽഫ്രഡ് അവിടെ നടപ്പിലാക്കി. നോർത്തുംബ്രിയയിലെ കത്തോലിക്കാ സഭയിൽ ഈസ്റ്റർ ആഘോഷിക്കുന്ന തീയതി സംബന്ധിച്ച് തർക്കം നിലനിന്നിരുന്നു. രാജാവ് ആ രാജ്യത്തെ പരമ്പരാഗത തീയതിയെ അനുകൂലിച്ചപ്പോൾ രാജാവിൻ്റെ ഭാര്യ ഈൻഫ്രിഡും മകൻ ആൽഫ്രിത്തും റോമൻ തീയതികളെ അനുകൂലിച്ചു. ഈ തർക്കം രാജ്യത്ത് പല ആഭ്യന്തര പ്രശ്നങ്ങൾക്കും കാരണമായി. തർക്കം പരിഹരിക്കാൻ രാജാവ് വിളിച്ചുകൂട്ടിയ വിറ്റ്ബി കൗൺസിലിൽ റോമൻ ആചാരങ്ങളെക്കുറിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ വിൽഫ്രിഡിന് കഴിഞ്ഞു. ഇതിൽ സന്തോഷവാനായ ആൽഫ്രിഡ് രാജകുമാരൻ വിൽഫ്രിഡിനെ ബിഷപ്പായി നിർദ്ദേശിച്ചു. മെത്രാഭിഷേകം സ്വീകരിക്കാൻ ഫ്രാൻസിലേക്ക് പോയ വിൽഫ്രിഡ് മടങ്ങി വരാൻ വൈകി. ആൽഫ്രിഡ് രാജകുമാരൻ തൻ്റെ പിതാവ് ഓസിയോ രാജാവിനെതിരെ നടത്തിയ പരാജയപ്പെട്ടുപോയൊരു കലാപമാണ് ഇതിന് കാരണം എന്ന് പറയപ്പെടുന്നു. തിരിച്ചെത്തിയ വിൽഫ്രഡ് മെത്രാൻ കണ്ടത് വിശുദ്ധ ചാഡ് തൻ്റെ സ്ഥാനത്ത് മെത്രാനായിരിക്കുന്നതാണ്. തുടർന്ന് റിപ്പണിലെ ആശ്രമത്തിലേക്ക് പിൻവാങ്ങിയ വിൽഫ്രഡ് മെത്രാൻ മെർസിയയിലും കെൻറ്റിലും സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നു. 669 കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് തേഡോറിൻ്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധ ചാഡ് മെത്രാൻ സ്ഥാനത്തു നിന്ന് മാറുകയും വിൽഫ്രഡ് സ്ഥാനമേൽക്കുകയും ചെയ്തു. യോർക്കിലെ മെത്രാൻ എന്ന നിലയിൽ വിശുദ്ധവും ലളിതവുമായി ജീവിതം നയിച്ച വിൽഫ്രഡ് മെത്രാൻ എല്ലായിടത്തും റോമൻ ആചാരങ്ങൾ നടപ്പിലാക്കുകയും നിരവധി ബെനഡിക്റ്റൻ ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും യോർക്കിലെ കത്തീഡ്രൽ ദേവാലയം പുതുക്കി പണിയുകയും ചെയ്തു. വിജാതീയരായ ആംഗ്ലോ സാക്സനുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം കൂടുതൽ തീഷ്ണതയോടെ പ്രവർത്തിച്ചത്. പുരോഹിതർക്കും മറ്റ് ആത്മീയ ശുശ്രൂഷകർക്കും നല്ല പരിശീലനം നൽകിക്കൊണ്ട് അവരെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം വളരെ പ്രാധാന്യം നൽകി. വിൽഫ്രഡ് മെത്രാൻ്റെ മേൽ അധികാരം പ്രയോഗിക്കാനുള്ള നോർത്തുംബ്രിയയിലെ എഗ്ഫ്രിഡ് രാജാവിൻ്റെ ശ്രമങ്ങൾ അവർ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി. മെത്രാൻ്റെ മേലും സഭാപ്രവർത്തനങ്ങളുടെ മേലുമുള്ള പരമാധികാരം മാർപ്പാപ്പായ്ക്കാണെന്ന് വിശ്വസിച്ച വിൽഫ്രഡ് മെത്രാൻ രാജാവിൻ്റെ അനാവശ്യ ഇടപെടലുകളെ എതിർത്തു. വിൽഫ്രഡ് മെത്രാൻ്റെ സ്വാധീനം കുറയ്ക്കുന്നതിന്
രാജാവിൻ്റെ പ്രേരണയാൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായ തേഡോർ യോർക്ക് രൂപതയെ 4 വിഭജിച്ചു. ഇതിനെതിരെ മാർപ്പാപ്പയ്ക്ക് വിൽഫ്രഡ് മെത്രാൻ പരാതി നൽകുകയും അദ്ദേഹത്തിന് അനുകൂലമായി പാപ്പ വിധി പ്രസ്താവിക്കുകയും ചെയ്തു. ഇതിൽ കുപിതനായ രാജാവ് വിൽഫ്രഡ് മെത്രാനെ തടവിലാക്കുകയും പിന്നീട് സസെക്സിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പ്രേക്ഷിത തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞിരുന്ന വിൽഫ്രഡ് മെത്രാൻ സസെക്സിലെ വിജാതിയുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം നടത്തി അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ആൽഫ്രിഡ് നോർത്തുംബ്രിയയിലെ രാജാവായപ്പോൾ വിൽഫ്രഡ് മെത്രാൻ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തി. മാർപ്പാപ്പായുടെ ഉത്തരവനുസരിച്ച് രൂപതകളെ ഏകീകരിക്കാൻ വിൽഫ്രഡ് മെത്രാൻ ശ്രമിച്ചതോടെ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. മാർപ്പാപ്പായുടെ തീരുമാനം മാത്രമേ അംഗീകരിക്കൂ എന്നതായിരുന്നു വിൽഫ്രഡ് മെത്രാൻ്റെ നിലപാട്. മാർപ്പാപ്പായുടെ ഇടപെടലിലൂടെ വീണ്ടും നിരവധി യോഗങ്ങളും സിനഡുകളും വിധി തീർപ്പുകളും ഉണ്ടായി. അവസാനം പ്രശ്നങ്ങൾ പരിഹരിച്ചു. മാർപ്പാപ്പായുടെയും വത്തിക്കാൻ്റെയും പരമാധികാരം എല്ലാവരെക്കൊണ്ടും അംഗീകരിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് വിൽഫ്രഡ് മെത്രാൻ നടത്തിയ പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. റോമൻ ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ നല്ല ഒരു ആത്മീയ സമൂഹത്തെ രൂപപ്പെടുത്തുകയും തീക്ഷ്ണമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ അനേകായിരങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത വിൽഫ്രഡ് മെത്രാനെ തിരുസഭ വിശുദ്ധനായി ബഹുമാനിക്കുന്നു. ക്രിസ്തുവർഷം 709 അദ്ദേഹം നിത്യസമ്മാനത്തിനായി യാത്രയായി. ഇംഗ്ലണ്ടിലെ എർപ്പണിൻ്റെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ വിൽഫ്രഡ്.